നമസ്കാരം. ആയുർവേദത്തിൽ നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന അസുഖങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഒരു അസുഖമായിട്ട് പറയാതെ എളുപ്പത്തിൽ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെമഡീസിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. ഇന്നും അതേപോലെ ഒരു സെറ്റ് ഓഫ് റെമഡീസ് ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന നാരങ്ങയെക്കുറിച്ചാണ്. ഈ നാരങ്ങയിൽ ശരിക്കും വൈറ്റമിൻ സി നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. പ്രതിരോധ ശക്തിക്കുള്ള വൈറ്റമിൻ സി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഉണ്ട്. പിന്നെ മിനറൽസ് ആയ റയറായിട്ട് ഭക്ഷണത്തിൽ കാണുന്ന മിനറൽസ് ആയ മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ കാൽഷ്യം, ഇതൊക്കെ തന്നെ ഒരുപാടുള്ളതാണ് നമ്മുടെ നാരങ്ങയിൽ. രാവിലെ വെറും വയറ്റിൽ നാരങ്ങയുടെ ജ്യൂസ് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ അതേപോലെയോ കുടിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശരിക്കും ഒരു ഒറ്റമൂലി തന്നെയാണ്. ഇതൊരു നല്ലൊരു ലിവർ ക്ലെൻസർ ആണ്, അല്ലെങ്കിൽ ഒരു ലിവർ ടോണിക് ആണ്. നമ്മുടെ വയറും നമ്മുടെ കരളും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ദുഷ്ടിനെ നീക്കം ചെയ്യുന്നതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് രാവിലെ വെറും വയറ്റിലുള്ള നാരങ്ങ വെള്ളം കുടിക്കുന്നത്. അതുപോലെ തന്നെ മിക്കവർക്കുമുള്ള ഒരു പ്രശ്നമാണ് വയറ് വീർപ്പ്. അതായത് ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ടും ഉണ്ടാവും. അതല്ലാതെ തന്നെ നമുക്ക് ഒരു സ്റ്റൊമക് ബ്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി, അതായത് ഒട്ടും തന്നെ അനക്കമില്ലാത്ത നമ്മുടെ ഈ ഒരു ജീവിതശൈലി, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഈ ബ്ലോട്ടിങ്ങും അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസും വളരെ കോമൺ ആണ്. അതിന് എളുപ്പത്തിലുള്ളൊരു റെമഡിയാണ് നമ്മുടെ പെരിഞ്ജീരകം ചവയ്ക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പെരിഞ്ജീരകവും ഏലക്കയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്കോക്ഷൻ, അളവ് കുറവാണെങ്കിൽ നല്ല തിക്ക് ഡിക്കോക്ഷൻ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളം സ്ഥിരമായിട്ട് കുടിച്ചാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ വയറ് വീർപ്പിന്റെ പ്രശ്നം 100% മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് തൊണ്ടവേദനയും, തൊണ്ടയിൽ തുപ്പലിറക്കാൻ പറ്റാത്ത തരത്തിൽ ഭക്ഷണവസ്തുക്കളൊന്നും ഇറക്കാൻ പറ്റാത്തൊരു വേദനയും, അതുപോലെ തന്നെ തൊണ്ടപ്പഴുപ്പും. അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ ഇനി പറയുന്നത്. ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഡിക്കോക്ഷൻ ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം കുടിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഈ തൊണ്ടവേദനയും തൊണ്ടപ്പഴുപ്പും നിയന്ത്രിക്കും. അതുപോലെ തന്നെ നിർത്താതെയുള്ള ചുമയും ചെസ്റ്റ് കൺജഷനും ഒക്കെ ഉണ്ടെന്നുള്ളപ്പോൾ ശരിക്കും നമ്മുടെ വെളുത്തുള്ളിയുടെ ചാറും തേനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം തന്നെ ചുമയിലും അതുപോലെ തന്നെ ഈ ചെസ്റ്റിലുള്ള കൺജഷനിലും വരും. അതുപോലെ നമ്മുടെ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചെവിവേദന. ഈ ചെവിവേദന വലിയവർക്കും ഈ ചെവിയിൽ പഴുപ്പ് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഈ 2 കൂട്ടർക്കാണെങ്കിലും നമ്മുടെ വെള്ളുള്ളി നല്ല വൃത്തിയുള്ള കയ്യിലൊന്ന് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് ഫില്ലർ വെച്ചോ അല്ലെങ്കിൽ നേരിട്ടോ ചെവിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ ഈ ചെവിവേദനയ്ക്കൊരു കൺട്രോൾ വരും. അതുപോലെ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ മൂലിയാണ് നമ്മുടെ വേപ്പില. ആര്യവേപ്പിൻ്റെ ഇല അരച്ച് തലയിൽ തേക്കുന്നത്. നമ്മുടെ തലയോട്ടിയിൽ വരുന്ന ഡാൻഡ്രഫിൻ്റെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഡ്രൈ സ്കാൽപ്പിൻ്റെ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ നമ്മുടെ ദേഹത്തിലെ തൊലിപ്പുറത്ത് വരുന്ന ഏത് പ്രശ്നങ്ങൾക്കും വേപ്പില അരച്ച് തേക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ ആ ഒരു പ്രശ്നത്തിലൊരു കൺട്രോൾ വരുത്തുന്നതിന് പ്രയോജനപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ലിവർ ടോണിക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക് ക്ലെൻസറായ നാരങ്ങ വെള്ളം, രാവിലെ വെറും വയറ്റിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ കുടിക്കുന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ ഗ്യാസിൻ്റെയും സ്റ്റൊമക് ബ്ലോട്ടിങ്ങിൻ്റെയൊക്കെ ഇഷ്യൂവിന് വയറ് വീർപ്പൊക്കെ ഉണ്ടെങ്കിൽ പെരിഞ്ജീരകവും ഏലക്കയും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, അതുപോലെ തൊണ്ടപ്പഴുപ്പിൻ്റെയോ തൊണ്ടവേദനയുടെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം വെച്ച് ഗാർഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത് 1-2 സ്പൂൺ കുടിക്കുന്നതോ, അതുപോലെ തന്നെ ചുമയുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയുടെ ചാറും തേനും കൂടിയിട്ട് മിക്സ് ചെയ്ത് ദിവസം ഒരു 5-6 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് 2-3 മണിക്കൂർ ഇടവിട്ട് കുടിക്കുന്നതും, അതുപോലെ ചെവി വേദനയ്ക്ക് വെള്ളുള്ളിയുടെ ചാറ് പിഴിഞ്ഞ് ചെവിയിൽ ഒഴിക്കുന്നതും, പിന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഏതൊരു ഇഷ്യൂസിനുമുള്ള ഒരൊറ്റമൂലിയായ വേപ്പിലയും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതുപോലുള്ള മറ്റ് ഹോം റെമഡീസും എളുപ്പത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെമഡീസുമായിട്ട് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.